എന്റെ മക്കള് നിങ്ങളടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവരെ കൈവിടരുത്. പക്ഷിക്ക് കയറില്ലടാ. ഇല്ലൊക്കെ എന്നൊരു കല്യാണം ഉണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കി, വൈകുന്നേരം കാണും. എന്നാ പോയിട്ട് വാ. ഹലോ ഫൈസലേ, ഞാൻ കറക്റ്റ് 5 മണിക്ക് എത്തി. അനിയൻ വന്നേന്നു എയർപോർട്ടിൽ കൂട്ടാന്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ പഠിച്ചോനുണ്ടല്ലോ. ഓക്കെ, ഞാൻ വിളിക്കാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചെറിയ ക്ഷീണുണ്ട്, യാത്ര ക്ഷീണമൊക്കെ. ശരിടാ, ഞാൻ വിളിക്കാം. റസിയ, എന്താ? ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. ആ ശരിക്കാ. നല്ല വെയിലാണല്ലോ, ഇന്ന് മഴയൊന്നുമില്ലേ? മഴയൊക്കെടാ ഉച്ച കഴിഞ്ഞിട്ടല്ലേ. ആ അമ്മേ, നമ്മളെ നാസർ വന്നിട്ടുണ്ട്. നമ്മുടെ നാസറോ? ആ നാസറും ഷെബീറൊക്കെ നമ്മളെ മുറ്റത്ത് കളിച്ചു വന്ന എന്റെ കൈകൊണ്ട് എത്ര ഭക്ഷണം ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട്. നാസറിന് എപ്പോഴും നമ്മളോട് നല്ല സ്നേഹം അല്ലേ? ശരിയമ്മ, നമ്മളെ അച്ഛൻ്റെ ഓപ്പറേഷൻ ടൈമില്ലേ ഞാൻ ആ ഹോസ്പിറ്റലിൽ വരാൻ എന്തെങ്കിലും പകച്ചു നിൽക്കുമ്പോഴേ നമ്മളെ നാസർ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ സഹായിക്കും. നാസറിന് ഞാൻ നിന്നെ പോലെ തന്നെയാണ് കരുതിയിട്ടുള്ളത്. അമ്മ, നാസർ. ആ മോനെ നാസറാണ്. കുട്ടിയെ അമ്മേ, എന്തൊക്കെയാ? വന്നടാ. ഇന്നലെ വൈകുന്നേരം വന്നു, രാവിലെ തന്നെ അമ്മനെ കാണാന്ന് വിചാരിച്ചു. സന്തോഷായടാ. പ്രതിഭേ, എന്തൊക്കെയാ വിശേഷം? അമ്മ അച്ഛനോട് പോയി. അച്ഛനെ ആക്കുന്നുണ്ടടാ. ആ അച്ഛാ, നമ്മളെ നാസർ വന്നിട്ടുണ്ട്. എന്താ മോനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കണം അമ്മേ. എന്താ എനിക്കൊരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല. എന്നാലും അമ്മേനെ കാണാൻ വന്നല്ലടാ. എങ്ങനെയാ വരാതിരിക്കും അമ്മേ? ഞാൻ രാവിലെ മദ്രസിലേക്ക് പോണേ, ഇവിടുത്തെ ചായ കുടിച്ചിട്ട് വേണ്ട പോകാൻ. അതൊന്നും ഈ മറന്നിട്ടില്ലല്ലേ? അതെങ്ങനെ മറക്കും? രണ്ടാളിന്റെ മക്കളെ മാറി തന്നെ അല്ലടാ. ആ മോനെ, അച്ഛാ, എന്തൊക്കെയാ? നല്ല വിശേഷം അച്ഛൻ. അച്ഛന് സുഖം തന്നെയല്ലേ? ഓ, ഇരിക്കേ. നാസറേ, അച്ഛാ, നീ എപ്പോഴാ വന്ന്? ഇന്നലെ വൈകുന്നേരം വന്ന്. ഓ, രാവിലെ തന്നെ അച്ഛനെയും അമ്മനെയും പ്രതിഭിനൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച്. അതേതായാലും നന്നായി. അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട് ഇപ്പൊ? എന്താ മോനെ, അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പൊ പുറത്തോട്ടൊന്നും വല്ലാതെ പോകാറില്ല. അമ്മേ, ഞാൻ ഇറങ്ങാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല, നേരെ ഇങ്ങോട്ടാ വന്നത്. ഇത് നമുക്ക് എന്തിനാണ് അതൊക്കെ വാങ്ങി? അത് വെച്ചോളി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നുമില്ല, അമ്മ പ്രാർത്ഥിക്കണം. പ്രതിഭേ, ഇറങ്ങട്ടോ. അച്ഛാ, പോയിട്ട് വരാട്ടാ. എന്തെങ്കിലുമൊക്കെ കാണും, മനുഷ്യന്മാരല്ലേ. ഷബീറേ, എന്താ ആരെ വന്നു നോക്കിയാ പുറത്ത്? നാസറോ? എന്തൊക്കെ ഇന്നലെ വൈകുന്നേരം എത്തി. ഉപ്പന്റെ അകത്ത് എന്തൊക്കെ നല്ല വിശേഷം. എപ്പോഴെത്തിയോ? ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി. എന്തൊക്കെയാ നാസറേ, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണ്. നീ എന്താ ഒന്ന് വിളിക്കാതെ വന്ന്? ഒരു മുന്നറിയിപ്പില്ല? ഒന്നുമില്ല, പെട്ടെന്നിട്ട് പോന്നാണ്. ഇവിടുത്തെ ഉമ്മ മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. എന്താ നാസറേ, ഒരു വല്ലായ്മ? ഒന്നുമില്ലപ്പാ. സുഖമില്ലായ്മ എന്തുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇറങ്ങാണ്. ഇതിപ്പോ സാധനങ്ങൾ എന്തിനാ അതൊക്കെ വാങ്ങിച്ചോ? സാറില്ല, വെച്ചോളി. ഇപ്പൊ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോണേ. ആയിക്കോട്ടെ, എന്റെ ദുആ ചെയ്യട്ടോ. ഇറങ്ങട്ടെ ഷബീറ, ഇറങ്ങട്ടോ. നല്ലൊരു മോനാണ്. അപ്പൊ ഇതുപോലെ ഒരു ഉഷാറും കാണില്ല. എന്താ അറിയില്ലപ്പാ, ഇന്നലെ വരുന്നത് തന്നെ വിളിച്ചിട്ടില്ല. കുറെ ആയി വിളിച്ചിട്ട് തന്നെ. എന്താ നാസറേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നാസറേ, എന്താ? ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കാം. നീ എന്താ ഒന്നും മിണ്ടാത്തെ?
ഒന്നുമില്ലടാ. നമ്മളൊക്കെ ഒന്നല്ലേ, എന്തുണ്ടെങ്കിലും പറയടാ. നീ എന്തോ പഴയ പോലെയല്ല. അവൻ വന്നപ്പോ നമ്മൾ വിളിച്ചില്ല. ശരിയാ, ഈടായിട്ട് വിളിയും കുറവാണ്. എന്താ നിനക്ക് പറ്റിയ സത്യത്തില്? പറയടാ. എടാ 10-25 വർഷമായില്ല ഞാൻ ഗൾഫിൽ പോയിട്ട്. ഇതിലിപ്പോ എന്താ അത്ര അതിശയം? ഇപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന കേസല്ലേ. അതല്ല, നിനക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നീ എന്താന്ന് വെച്ചാ പറയടാ. എടാ എന്റെ ആദ്യത്തെ 10 വർഷം ഞങ്ങളുടെ കുടുംബത്തിനും പെങ്ങന്മാർക്കും അനിയന്മാർക്കും വേണ്ടി കഷ്ടപ്പെട്ട് അവരൊരു കരയിലെത്തിച്ച്. ഇന്നത്തെ 10 വർഷം എന്റെ കുട്ടികളെ പഠിപ്പും കാര്യങ്ങളുമായിട്ട് അങ്ങനെയും പോയി. പിന്നത്തെ 5-6 വർഷം എന്റെ വീട് പണിയും മറ്റുമായിട്ട് അങ്ങനെയും പോയി. അല്ല നാസറേ, എന്തിപ്പോ നീ ഇതൊക്കെ പറയുന്നേ? ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. എന്റെ പ്രവാസ ജീവിതത്തിൽ എന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗം തീർന്നു. പക്ഷെ ബാക്കിയുള്ള 1/4 ഭാഗം ജീവിക്കാൻ എനിക്ക് എന്തിനാ? എന്താ എന്തിനാ? ഇതെന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. അത് നിനക്കെന്താ? എന്തിനാ? എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. നാസറേ, നീ എന്തരാ ഇത്രയും കാലമായിട്ട് ഞങ്ങളൊന്നും ഇത് പറയാതിരുന്നു? ഒന്ന് പറഞ്ഞൂടെ? എന്തിനാ? നിങ്ങൾ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാലും നിനക്കൊന്ന് പറഞ്ഞൂടെ? എന്തിനാ? ശരി, എനിക്ക് ഡോക്ടർമാര് പറഞ്ഞ സമയം 6 മാസമാണ്. നാസറേ, ശരി, നാസറേ, നീ അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലടാ. ഡോക്ടർമാർക്ക് കഴിച്ചതായിരിക്കണം. ആടാ. പ്രദീപേ, ഷബീറെ, എന്റെ മക്കള് നിങ്ങളടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവരെ കൈവിടരുത്. എന്താടാ നീ ഇങ്ങനൊക്കെ പറ? ഞങ്ങൾ ചെയ്യൂലടാ. ഇതൊരു കഥയല്ല, ഇത് ഓരോ പ്രവാസിയുടെയും ജീവിതമാണ്. പിന്നെ പഠിച്ചോനുണ്ടല്ലോ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ കാണും, മനുഷ്യന്മാരല്ലേ. എന്താ നാസറേ ഒരു വല്ലായ്മ? എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്.